കറി ആൻഡ് സൈനൈഡ് എന്ന ഡോക്യുമെൻ്ററിയിലൂടെ ശ്രദ്ധേയയായ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഉള്ളൊഴുക്ക്. പാർവതി തിരുവോവത്ത്, ഉർവശി, പ്രശാന്ത് മുരളി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച നടിമാരിൽ രണ്ടുപേർ ഒന്നിക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ചിത്രത്തെ നോക്കിക്കാണുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി. തൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും മാനസികമായി ഭാരമുണ്ടാക്കിയ സിനിമയാണ് ഉള്ളൊഴുക്ക് എന്നാണ് ഉർവശി പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ കുറേ സിനിമ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മാനസികമായി ഭാരമുണ്ടാക്കിയ സിനിമയാണ് ഉള്ളൊഴുക്ക്. പണ്ട് അത്രയും മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് സംവിധായകൻ ഒരു സീൻ പറഞ്ഞു തരുന്നു, അത് ചെയ്തു കഴിഞ്ഞ് നമ്മളത് മനസ്സിൽ നിന്ന് വിടും. ഇതിൽ ഒരു ഷോട്ട് മറ്റൊരു ഷോട്ടിനെ പ്രസവിച്ചാണ് പോകുന്നത്. എൻ്റെ ഒരു ചെറിയ എക്സ്പ്രഷനിൽ നിന്ന് പാർവതിയുടെ ഒരു ചെറിയ റിയാക്ഷൻ ഷോട്ട് ഉണ്ടാക്കുകയാണ്. പാർവതി റിയാക്ട് ചെയ്തതിൽ നിന്ന് വീണ്ടും അവിടെ ഒരു ഷോട്ട് കൂടി അഭിനയിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇമോഷനുകളാണ് അത് എന്നാണ് ഒരു അഭിമുഖത്തിൽ ഉർവശി പറഞ്ഞത്. കുട്ടനാട്ടിലെ ഒരു വെള്ളപ്പൊക്കക്കാലത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി വെള്ളപ്പൊക്കം കുറയുന്നതുവരെ കാത്തിരിക്കാൻ നിർബന്ധിതരായ ഒരു കുടുംബത്തിന്റെ കഥയാണ് ഉള്ളൊഴുക്കെന്ന ചിത്രത്തിലൂടെ ക്രിസ്റ്റോ ടോമി പറയുന്നത്. എന്നാൽ വെള്ളം കുറയാൻ വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ കുടുംബത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന പല രഹസ്യങ്ങളും നുണകളും പുറത്തു വരുന്നു. കള്ളങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റു പ്രവൃത്തികളും കുടുംബത്തിലെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും അങ്ങനെയാണ് വിള്ളലുകൾ ഉണ്ടാവുന്നതെന്നാണ് ചിത്രത്തിന്റെ പ്രമേയം. 2018 സിനിമാസ്ഥാൻ വെബ് പോർട്ടിൽ മികച്ച തിരക്കഥ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ തിരക്കഥയായിരുന്നു ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക്. ലാപ്പത ലേഡീസ് ആയിരുന്നു 2ാം സ്ഥാനം കിട്ടിയ തിരക്കഥ. രഹസ്യങ്ങൾ എത്ര കുഴിച്ചു മൂടിയാലും അത് പുറത്തു വരും എന്നായിരുന്നു ചിത്രത്തിന്റെ പ്രമോഷൻ ടാഗ് ലൈൻ. ഒരിടവേളയ്ക്ക് ശേഷം പാർവതി മലയാളത്തിൽ തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണിത്. ജൂൺ 21-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനത്തിലും തിരക്കഥാരചനയിലും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വീഡിയോഗ്രാഫിയിലും പഠനം പൂർത്തിയാക്കിയ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത കന്യക എന്ന ഹ്രസ്വചിത്രം 2014 61ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹ്രസ്വചിത്രം കൂടിയായിരുന്നു. കൂടാതെ 2016 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ലോഡ്സ് പുരസ്കാരവും ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത കാമുകി എന്ന ഹ്രസ്വചിത്രത്തിനായിരുന്നു. റോണി സ്ക്രൂവാലയും ഹണി തെഹ്റാസും അഭിഷേക് ചൗബെയും ചേർന്ന് RSSPയുടെയും മാക്ഫിൽ പിക്ചേഴ്സിന്റെയും ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. ബ്രഹ്മയുഗത്തിന്റെ സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാലയാണ് ചിത്രത്തിനു വേണ്ടി ഛായാഗ്രഹണം നിർമ്മിക്കുന്നത്.